മനുഷ്യരെല്ലാം ഭയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് മറവി രോഗം. പലപ്പോഴും രോഗം രൂക്ഷമായതിനു ശേഷമായിരിക്കും അത് കണ്ടുപിടിക്കപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രോഗം ബാധിക്കുന്നതിനും 20 വർഷം മുൻപ് ഇതിന്റെ സൂചനകൾ നമുക്ക് കണ്ടെത്താം. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മുൻകരുതൽ എടുക്കാൻ കഴിയും എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. വായിക്കാൻ ബുദ്ധിമുട്ട്, മറ്റുള്ള വ്യക്തികളുമായി അടുത്ത് നിൽക്കാൻ സാധിക്കാതെ വരിക തുടങ്ങിയ നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് മറവി രോഗം വരാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ലക്ഷണമായി കണക്കാക്കാം. തലച്ചോറിന് ഈ രോഗാവസ്ഥ കാരണം തകരാറുകൾ ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണ് പതിവ്. അമേരിക്കയിലെ സിയാറ്റിലെ അലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രെയിനിങ് സയൻസിലെ ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ രോഗം 2 വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് വളർച്ച പ്രാപിക്കുന്നത്. അവയെ ഇംപോക്സ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. രോഗലക്ഷണങ്ങൾ വ്യക്തമാക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യഘട്ടമായി തലച്ചോറിലെ ഏതാനും ദുർബല കോശങ്ങൾക്ക് മാത്രമേ കേടുപാടുകൾ സംഭവിക്കുകയുള്ളൂ. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമെല്ലാം നിരന്തരമായി വഴിതെറ്റിപ്പോകുന്നത് മറവി രോഗത്തിന്റെ തുടക്കത്തിന്റെ സൂചനയായി കണക്കാക്കാം. 2ാം ഘട്ടത്തിൽ തലച്ചോറിന്റെ ടൗ, അമിലോയിഡ് എന്നീ പ്രോട്ടീനുകൾ അടങ്ങിക്കൂടുന്നതായി കാണുന്നു. പ്രായമാകുന്ന മിക്ക തലച്ചോറുകളിലും ഈ 2 പ്രോട്ടീനുകളുടെയും ഒരു നിശ്ചിത അളവ് ഉണ്ടാകുമെങ്കിലും അവയിൽ ഗണ്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളുമായി ഏറെ പൊരുത്തപ്പെട്ടിരിക്കും. ഒരു വ്യക്തിക്ക് ഡിമെൻഷ്യ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ബുദ്ധിപരമായ കാര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഓർമ്മക്കുറവ്, ഭാഷ ഉപയോഗിക്കുന്നതിലെ പൊരുത്തക്കേടുകൾ, യുക്തിപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് പലരും ഇക്കാര്യം കാര്യമായി ശ്രദ്ധിക്കുന്നത്. അൽഷിമേഴ്സ് ബാധിച്ച 84 ദാതാക്കളുടെ തലച്ചോറുകൾ ഗവേഷകർ വിശകലനം ചെയ്തിരുന്നു. അൽഷിമേഴ്സ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ യുകെയിൽ ഏകദേശം 9,82,000 പേർ ഡിമെൻഷ്യ ബാധിച്ച് ജീവിക്കുന്നതായി കരുതപ്പെടുന്നു. ഡിമെൻഷ്യ ബാധിച്ച 10 പേരിൽ 6 പേരെയും അൽഷിമേഴ്സ് ബാധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 2040 ആകുമ്പോഴേക്കും ഡിമെൻഷ്യ രോഗികളുടെ എണ്ണം 14 ലക്ഷത്തോളം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന രക്തത്തിലെ പഞ്ചസാര എന്നിവയെല്ലാം ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്.